شهر رمضان الذي أنزل فيه القرآن. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ അലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിപുലമായ ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. ഒരിക്കൽ വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത്തൻ, നബി ഞങ്ങളെ ഉപദേശിക്കുകയായിരുന്നു. വജ്ലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം ഞങ്ങൾക്കിങ്ങനെ വിറകൊള്ളുന്ന രീതിയിലുള്ള ഉപദേശം. വദറഫത്ത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ സജലങ്ങളാകുന്ന രീതിയിലായിരുന്നു നബിയുടെ ഉപദേശം ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഇത്ര ഗൗരവത്തിൽ നബി സ്വഹാബത്തിനെ ഉപദേശിച്ചത്? കഅന്നഹ മൗഇളത്തു മുവദ്ദിഅ, നബി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ സമയമായി എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ആ ഉപദേശം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഫഔസിന ഖാല, നബി പറയുകയുണ്ടായി, ഊസീക്കും ബിതഖ്വല്ലാഹി അസ്സ വജൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. വസംഇ വത്താഅ, നിങ്ങൾ നിങ്ങളുടെ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ എല്ലാ അനുസരണയും നൽകണം, അവരെ നിങ്ങൾ അനുസരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വ ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, ഒരു അടിമയായ വ്യക്തിയാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിൽ വരുന്നതെങ്കിൽ അയാളെയും നിങ്ങൾ അനുസരിക്കണം എന്ന ഒരു സമൂഹം നിലനിൽക്കാൻ, ബാലൻസ് ചെയ്ത് നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമുള്ള അനുസരണശീലം, നേതൃത്വത്തെ അനുസരിക്കുക എന്നത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കാൻ. എന്നിട്ട് ഏറ്റവും ഗൗരവത്തിൽ നബി പറഞ്ഞ കാര്യം, ഫഇന്നഹു മൻ യഅശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി അൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ അല്ലു അലൈഹാ ബിൻ നവാജിദ് വഇയ്യാക്കും വമുഹദ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അതാണ്. എനിക്കു ശേഷം നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അത്തരം സന്ദർഭത്തിൽ അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് നബി തന്നെ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ കാണുന്ന അതിൻ്റെ വൈവിധ്യങ്ങളോ വ്യത്യാസങ്ങളോ ഞാൻ സൂചിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇത്തരം വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ മുസ്ലിം ഉമ്മത്തിൽ കാണും എന്നത് നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. നമ്മൾ വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ സംഘടനകളുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ ആദർശ രീതികളുടെ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ സത്യവിശ്വാസത്തിലേക്കും ദീനിലേക്കും ആത്മീയതയിലേക്കും കടന്നു വരുന്ന മുസ്ലിമിന്, പ്രത്യേകിച്ച് റമദാനിലൊക്കെ നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്ക് വരുമ്പോൾ എന്താണ് മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും നിലനിൽക്കുന്നത്? ഇവർ അവരെ കുറ്റം പറയുന്നു, അവർ ഇവരെ മോശമായി കാണുന്നു, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. അവിടെ നബി പറഞ്ഞ ഏതൊരു വിശ്വാസിക്കും ഒരു സംഘടനാ മതിൽക്കെട്ടുകൾക്കൊക്കെ അപ്പുറത്ത് കാണാവുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാം വ്യത്യാസങ്ങളാണ്, എല്ലാത്തിലും തർക്കങ്ങളാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണോ? അല്ല, മറിച്ച് ഫഅലൈക്കും ബിസുന്നതി വസുന്നതി അൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ സുന്നത്ത് എന്താണ് എന്ന് അന്വേഷിക്കണം. എൻ്റെ ചര്യ പാലിച്ച എൻ്റെ അനുചരന്മാർ അൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുന്ന എൻ്റെ ആത്മസുഹൃത്തുക്കളായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ എന്ത് എന്ന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അന്വേഷിക്കണം. ആ ചര്യയിൽ അല്ലു അലൈഹ ബിൻ നവാജിദ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ നബി ഉപയോഗിച്ച പദം, നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണം. വ ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതിയ കാര്യങ്ങളെ, ദീനിൽ ഉണ്ടാക്കുന്ന പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കണം, ഗൗരവത്തിൽ കാണണം. ഫ ഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയ കാര്യങ്ങളെയും ലലാലത്തായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണമെന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. നബിയുടെ സുന്നത്ത് മുറുകെ, ഇങ്ങനെയുള്ള തർക്കങ്ങളും
ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചര്യയാണോ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത്, അവിടുന്ന് എന്തൊരു മാർഗമാണോ നമ്മളെ കാണിച്ചു വന്നിട്ടുള്ളത്, ആ മാർഗം മുറുകെ പിടിക്കുകയും ആ ചര്യയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. സ്വഹാബത്തിൻ്റെ മാർഗം എന്താണോ ആ മാർഗം മുറുകെ പിടിക്കുകയും ആ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും. ആ വഴിയിലാണ് നമ്മൾ പോകുന്നത് എന്ന് എപ്പോഴും പരിശോധിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.